ഹായ്, ഇന്ന് നമുക്കൊരു ബാപ്റ്റിസം ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണാൻ പോണേ. അപ്പോൾ ഇതാണ് നമ്മൾക്ക് തന്നിട്ടുള്ള റെഫറൻസ്. ഇതൊരു ക്രഷ്ഡ് ടൈപ്പ് മെറ്റീരിയലാണ്, പക്ഷേ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ക്ലോത്താണ്. ഇതിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്കിതാ ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് കൊടുക്കാനുണ്ട്. പ്രിൻസസ് കട്ടായിട്ടല്ല അത് വരണത്. അതിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ലൈന് വരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടിച്ചെടുക്കാം. ആദ്യം തന്നെ ഇതാണ് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഞാനൊരു ലെങ്ത്ത് എടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള മാർക്കിംഗ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് മേലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിന് ശേഷമാണ് ഞാൻ ലെങ്ത്ത് അടയാളപ്പെടുത്തുന്നത്. 7.5 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 8 മാസം പ്രായമുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഏകദേശം ഈ ലെങ്ത്ത് യോക്കിന് മതിയാകും. പിന്നെ നമ്മളുടെ നെക്കിൻ്റെ വിടുത്തെടുക്കുന്നത് 2 ഇഞ്ചാണ്. അപ്പോൾ അതും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഷോൾഡറും 2 ഇഞ്ച് തന്നെയാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. പിന്നെ ആം റൗണ്ട് എടുക്കാൻ പോണത് 4 ഇഞ്ചാണ്. അപ്പോൾ അതുകൂടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ ചെസ്റ്റ് 5.5 ഇഞ്ചും പിന്നെ നമുക്ക് സീം അലവൻസ് ആയിട്ട് ഒരു 2 ഇഞ്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. താഴെ നമുക്ക് വേസ്റ്റ് ഒരു 5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വരച്ചെടുക്കുക. ആം റൗണ്ട് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷമാണ് നെക്ക് ചെയ്യാൻ പോകുന്നത്. നെക്ക് റൗണ്ടായിട്ടല്ല വരുന്നത്, ജസ്റ്റ് ഒരു ലൈന് വരച്ചു കൊടുക്കുകയാണ്. ഈ നെക്കിന് എന്താ പറയുക എന്ന് എനിക്കറിയില്ല. അപ്പോൾ വീഡിയോയിൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് നിങ്ങൾ കറക്റ്റ് കണ്ടാൽ മതി. ഞാൻ പറയണത് മനസ്സിലാവുമെന്ന് അറിയില്ല. ഇനി നമുക്ക് ആം റൗണ്ടും ബാക്കിയുള്ള എക്സസ് ആയിട്ടുള്ള പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കണ്ടില്ല, ഇതാ ഇങ്ങനെയാണ് നെക്ക് വരുന്നത്. ഫ്രണ്ടിൻ്റെ എല്ലാ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൻ്റെ കട്ടിങ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സിബ് വെക്കുന്നുണ്ട്, ഇൻവിസിബിൾ സിബ്. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കണേ. ഫ്രണ്ടിൻ്റെ അതേ സെയിം ക്ലോത്ത് എടുത്തിട്ട് തന്നെയാണ് കട്ട് ചെയ്യണേ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്കുള്ള ലൈനിങ് കൂടെ കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമുക്ക് ബാക്ക് ഭാഗത്തിന് നമുക്ക് ഇൻവിസിബിൾ സിബ് വെക്കാനില്ലേ, അപ്പോൾ അതൊന്നും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് നേരെ. അതും കൂടെ ചെയ്ത് നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ആദ്യം ചെയ്യാൻ പോണത് ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യാണ്. അപ്പോൾ നെക്ക് ആദ്യം ഫിനിഷ് ചെയ്തെടുക്കണം. അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് ബാക്കി വരുന്നത് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ലൈനിങ് ഒക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ട്. എപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിന്ന് വെച്ച് സെക്യൂർ ചെയ്താൽ നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇതൊന്ന് മറിച്ചിട്ട് അടിച്ചു കൊടുക്കുക, അതുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്ക് പോർഷനാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതാണ് ഇനി ചെയ്യാൻ പോണത്. അപ്പോൾ സിബ് വെക്കണോണ്ട് നമുക്ക് എന്തായാലും ഇങ്ങനെ കട്ട് ചെയ്യണം. ആദ്യം മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തു. ഇനി നമുക്ക് ലൈനിങ് കൂടെ കട്ട് ചെയ്തതും കൂടെ വെച്ചിട്ട് നമുക്ക് ഇതാണ് നമ്മളുടെ ഇൻവിസിബിൾ സിബ്. ഇതുപോലത്തെ ഒരു ഫൂട്ടറും കൂടെ വേണം. ഇതിന് സിംഗിൾ ഫൂട്ടർ എന്നാണ് പറയണത്. ഇത് നമ്മളുടെ ഏത് മെഷീനിലും വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് മേടിച്ച് വെച്ചേക്ക് നല്ലതായിരിക്കും. അപ്പോൾ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് കൂടെ വെച്ചതിന് ശേഷം ഇതൊന്ന് മറച്ചിട്ടെടുക്കാം. ഇത് ഞാൻ പ്രത്യേകിച്ച് കാണിക്കണില്ല, കാരണം ഞാനിതിന് മുന്നേ ചെയ്ത വീഡിയോസിലൊക്കെ അത് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നെക്കും കൂടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്കിന് എക്സ്ട്രാ പീസ് വെച്ചിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നും വരണില്ല. അപ്പോൾ അതുകൂടെ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മറച്ചിട്ടിട്ട് ഒരു ചെറിയൊരു സിംഗിൾ സ്റ്റിച്ചും കൂടെ കൊടുത്താൽ നമ്മളുടെ ബാക്ക് പോർഷൻ ഏറെക്കുറെ സെറ്റായിട്ടുണ്ടാവും. അങ്ങനെ നമ്മളുടെ സിബിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇൻവിസിബിൾ സിബ് വെക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ടാസ്ക്കുള്ള കാര്യമായിരുന്നു ആദ്യം. പിന്നെ ചെയ്ത് അങ്ങനെ ഏറെക്കുറെ റെഡിയായി വന്നതാണ്. ഇപ്പം എനിക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് 2 യോക്ക് പോർഷനും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ തയ്യൽ തുമ്പൊന്നും കാണൂല. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ നോക്കുക. ഇനി നമുക്ക് എക്സസൈസ് കിടക്കുന്ന പീസൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഷോൾഡറൊക്കെ ഒന്ന് രണ്ടും പിടിച്ചിട്ട് അടിച്ചു കൊടുക്കണം, നമ്മളുടെ ലൈനിങ്ങും മെയിൻ പീസും കൂടെ. എന്നാലാണ് നമ്മളുടെ ഫ്രോക്കിന് കറക്റ്റ് ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം അതും കൂടെ അടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് താഴേക്കുള്ള പോർഷൻ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 10 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു മുട്ടിന് താഴെ ലെങ്ത്തുള്ള ഒരു ഫ്രോക്കാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 10 ആണ് എടുക്കാൻ പോണത്. എന്നിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങും ഞാനൊരു 9 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ലൈനിങ് ഞാൻ 2 പീസ് എടുക്കുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിതിന് ഷിഫ്റ്റ് നെറ്റ് ഒന്നും വെക്കണില്ല പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചും കൂടെ കുട്ടിക്ക് കംഫർട്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 ലൈനിങ് കൊടുക്കുന്നത്, കുറച്ച് ജസ്റ്റ് ഒരു പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് ചുരുക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ലൈനിങ്ങും മെയിൻ പീസും കൂടെ ചുരുക്കിയിട്ട് എടുത്തിട്ടാണ് ഉള്ളത്. പിന്നെ മറ്റേത് ഞാൻ ജസ്റ്റ് ചെറിയൊരു ഞെറി വെച്ചിട്ട് അടിച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്.
അപ്പോൾ ഇനി നമുക്ക് യോക്കുമായിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയും ചെയ്യാൻ പോണത് നമ്മളുടെ അടുത്ത ലൈനിങ്ങില്ലേ, അത് നമ്മൾക്ക് ഈ പോർഷനിൽ ഇവിടെയാണ് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. നിങ്ങളിതാ വീഡിയോയിൽ ചെയ്യണത് പോലെ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ യോക്കിൻ്റെ ഇപ്പുറത്തെ പോർഷനിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയൊരു ഞെറിവിട്ടിട്ട് അടിച്ചു കൊടുത്തത് ഇതുപോലെ നിൽക്കും. അപ്പം നമ്മളുടെ ഉള്ളിലെ പോർഷനിലെ അതിനും നമുക്ക് കുട്ടികൾക്കൊരു കുത്തലൊന്നും ഉണ്ടാവില്ല. ഫ്രണ്ടും ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഇനി കുട്ടികൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ ചെയ്താൽ അവർക്ക് ഒന്നും കൂടെ കംഫർട്ടായിട്ടായിരിക്കും. ഈ ഒരു ഡ്രസ്സിന് ചെറിയൊരു പഫ് സ്ലീവും കൂടെ വേണമായിരുന്നു. അപ്പോൾ അതിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സ്ലീവ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട്. ഫ്രണ്ടിൽ ചെറിയൊരു ബോയും ബാക്കിൽ ടൈ ചെയ്യാനുള്ള ടൈം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്രോക്കിൻ്റെ ലുക്ക് വരുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള ഫ്രോക്കാണ്. ബാപ്തിസത്തിനായതുകൊണ്ടായിരിക്കാം വർക്കൊന്നും ഇല്ലാത്ത ഫ്രോക്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വർക്കില്ലെങ്കിലും ഇത് കാണാൻ അത്യാവശ്യം നല്ല ഒരു ഭംഗി, ഒരു എടുപ്പുണ്ടെന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യത്തിന് ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞ് ബോണറ്റും കൂടെ ഇതിലോട്ടൊന്ന് സെറ്റ് ചെയ്താലോ. അതിന് കട്ട് ചെയ്തിട്ടുള്ളതാട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യണമെന്നതാ ഞാൻ ഈ പേപ്പറിൽ കാണിച്ചു തരാം. 6 ഇഞ്ച് വീതിയും 6.5 ഇഞ്ച് ലെങ്ത്തുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കർവ് വരച്ചു കൊടുക്കണം. അതിന് പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട, ജസ്റ്റ് നമ്മളൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1.5 ഇഞ്ച് വീതിയും 4 ഇഞ്ച് ലെങ്ത്തിലും വേറൊരു പീസും കൂടെ വേണം. അപ്പോൾ അതും കൂടെ കട്ട് ചെയ്യണുണ്ട്. ഇതും നമുക്ക് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കണം. എന്നിട്ട് അതും കൂടെ കട്ട് ചെയ്തെടുക്കാം. അതുകൂടെ കഴിഞ്ഞ് നമ്മളുടെ കുഞ്ഞ് ബോണറ്റിൻ്റെ കട്ടിങ് കഴിയും. ഇത് നേരെ നമ്മളുടെ ക്ലോത്തിലോട്ട് കറക്റ്റ് പിടിച്ചിട്ട് സെയിം ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് നോക്കി നോക്കൂ. ഒരു 4 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസും കൂടെ കട്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് കൈത്തുഞ്ഞ് തുന്നിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഈ ഒരു ഭാഗത്തിൽ അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആ പീസ് ഞാൻ സെയിം ക്ലോത്ത് തന്നെ അതിൻ്റെ എൻഡ് ഭാഗത്തുണ്ടായിരുന്ന പോർഷൻ ഉണ്ടായിരുന്നു പ്ലെയിൻ ആയിട്ടുള്ള. അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് നമ്മളുടെ മെയിൻ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മളുടെ ലൈനിങ് ഇല്ലേ അതുകൂടെ ഇതിൻ്റെ മേലെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ബോണറ്റിൻ്റെ ബാക്ക് സൈഡിലേക്ക് വേണ്ട പീസാണിത്. ഇത് ഞാനിതാ ലൈനിങ് കൂടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സസ് ആയിട്ടുള്ള പീസുകളൊക്കെ ഇല്ല അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നൊക്കെ വെച്ചിട്ട് കറക്റ്റ് സെക്യൂർ ചെയ്തിട്ട് നമുക്ക് ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. അതുകൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് മെയിൻ ക്ലോത്തിൽ അതിൻ്റെ മിഡ് പോയിൻറ്റ് നമ്മളുടെ ബാക്ക് പോർഷൻ്റെ മിഡ് പോയിൻ്റ് കൂടെ കണ്ടെത്തിയെടുക്കുക. ഇതുപോലെ തന്നെ പിന്ന് വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മളുടെ ബാക്ക് പോർഷൻ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അടുത്തതായിട്ട്. അപ്പോൾ അതുകൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ് ഇരിക്കണേ. ഇനി നമ്മൾക്ക് വേണ്ടത് ഇതൊന്ന് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പീസും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇതും ഞാൻ പിൻ ചെയ്തിട്ട് ആണ് സ്റ്റിച്ച് ചെയ്യാൻ പോണേ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷനൊക്കെ എടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ ബോണറ്റിൻ്റെ സ്റ്റിച്ചിങ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഐറ്റം. ഇതെങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളുടെ സ്റ്റിച്ചിങ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇതിൻ്റെ ഫുൾ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾക്ക് കുഞ്ഞിട്ടിട്ടുള്ള ഫോട്ടോസും കൂടി അതിൽ ആഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതും കൂടെ കണ്ടു നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.